ഇതിനകത്തൊരാള് ഒരു ഓഡിയോ ഇട്ടതിന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടുമില്ല. അപ്പോ എന്താന്നുള്ളത് നമ്മൾ തന്നെ തുറന്നു പറയാന്നുള്ള ഇതിലാണ് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങള് അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന്, അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മളതിനെ തുടർന്നിട്ട് സ്നേഹത്തിന് നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരി മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. രണ്ടു വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം രണ്ടു വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിന്റെ ഇടക്കാണ് ഇവളെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്നേനും. അതാണ് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നല്ല. അങ്ങനെ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി 27 നിങ്ങൾ എന്റെ ഒപ്പം വരുന്നത്. നമ്മൾ എന്നിട്ട് വേറെ എവിടെയും പോയില്ല, നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി. അവിടെ SI-നെ കണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ വേഗം കല്യാണം കഴിക്കാനുള്ളത് എങ്ങനെയാ വെച്ചാൽ നോക്ക്, എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, അവിടുന്ന് വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഇപ്പൊ ഇന്റർകാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറെ അന്വേഷിച്ച് എവിടെ നിന്നാണ് കാസ്റ്റ് മാറാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളോ. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി. അപ്പൊ അവിടെ പോയി അന്വേഷിച്ചപ്പാന്ന്, അവിടെ എത്തിയിട്ട് അന്വേഷിച്ചപ്പാന്ന് പറഞ്ഞത് അവിടെ ഇപ്പോ കാസ്റ്റ് മാറിയാലേ മാരേജ് ചെയ്ത് കൊടുക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടോണ്ട് അങ്ങനെ ഇതാക്കിയേ പറ്റും. അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോ അത് നടക്കൂല എന്നുള്ള ഇതിൽ അവിടെ നിന്നുള്ള ഒരു ചങ്ങായിമാരെ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ അവിടെ ഒരു കോഴിക്കോട് പാളയ റോഡില് ഒരു വൈരാഗി മഠം എന്ന് പറഞ്ഞൊരു മഠത്തെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോ അവിടെ ആകുമ്പോ കാസ്റ്റ് മാറണ്ട, രണ്ടാളെ കാസ്റ്റിൽ തന്നെ കഴിക്കാം. അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റിലുള്ളവർക്കാരും പ്രൊഫഷനുള്ള ഒരു മഠാണ്, അമ്പലല്ല. അപ്പൊ അതും കുറെ ആൾക്കാർ വ്യാജ ഇതില് പ്രചരിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ മുത്തപ്പന്റെ എല്ലാം മഠം പോലെ ഏത് ജാതിക്കാർക്കും മതക്കാർക്കും വരാനും ഇതാക്കാനും പറ്റുന്ന ഒരു മഠാണത്. ചടങ്ങ് ഉണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. നമുക്കറിയില്ല, ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് അതൊന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് നിയമപരമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിട്ട്, അപ്പോ അല്ലെങ്കിൽ 45 ദിവസവും മറ്റോ ഇത് നോട്ടീസ് ബോർഡിൽ ഇടണം, അങ്ങനെയുള്ള ഒരു വിഷയം ഉള്ളതുകൊണ്ട് വേറെ രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ തീരുമാനം ആക്കിത്തരാന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ നടത്തിയത്. പിന്നെ നടത്തിയിട്ട് നിങ്ങളെല്ലാരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ അതിനകത്ത് നിക്കാവുന്നുള്ള ലെവലിലും അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കൈപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നടത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ ആൾക്ക് അറിയില്ല. അറിയുന്ന ആൾക്കാർക്ക് ആ മഠത്തിനെ കുറിച്ച് അന്വേഷിച്ച് അറിയാം. അവിടെ എല്ലാവർക്കും പ്രവേശനമുള്ള സ്ഥലമാണ്. അല്ലാണ്ട് ഇവളെ ഞാൻ കാസ്റ്റ് മാറ്റാൻ നിന്നിട്ടാ, ഞാൻ കൊണ്ടിട്ട് മാറാൻ നിന്നിട്ട് നമ്മൾ രണ്ടാളും